സാർ, ഇവരെ ഉപയോഗിച്ചുള്ള ഒരു രക്ഷാപ്രവർത്തനത്തിന് ഏത് രീതിയിലായിരിക്കും അതിൻ്റെ ഒരു? നമുക്ക് ബോഡീസ് കണ്ടുപിടിക്കാൻ മാത്രമാണ് നമ്മൾ മായം മർഫിനെ നമ്മൾ ട്രെയിൻ ചെയ്തിരിക്കുന്നത്. ഡെഡ് ബോഡീസ് എവിടെ ഉണ്ടെങ്കിലും നമുക്ക് കിട്ടും എന്നുള്ള ഒരു സ്കോപ്പിലാണ് നമ്മൾ നോക്കുന്നത്. കാരണം നമുക്ക് 10 അടി താഴ്ച വരെ നമുക്ക് 3 പെട്ടിമുടി നിന്നൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പം നമ്മൾ ഇന്നലെ സ്മെല്ല് ചെയ്തെടുത്തുനിന്ന് 2 ബോഡി ഇപ്പോൾ നിലവിൽ കിട്ടിയിട്ടുണ്ട്. ഇന്നലെ പറഞ്ഞ ഒരു കുഞ്ഞിൻ്റെ കിട്ടിയത് നമ്മൾ നിന്നപ്പോഴാണ്. അത് കഴിഞ്ഞിട്ട് ഈവനിങ് ആയപ്പോൾ ഇറ്റാച്ച് വെച്ച് മാന്തി കഴിഞ്ഞപ്പോഴാണ് ഒരു വാർക്കൽ ബിൽഡിങ്ങിൻ്റെ അടിയിൽ നിന്ന് നമുക്കൊരു ബോഡി കൂടി കിട്ടിയതായിട്ട് നമ്മൾ ന്യൂസ് 18 റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ സ്പോട്ട് ചെയ്ത സ്ഥലം തന്നെയാണെന്ന് പറഞ്ഞു. അപ്പോൾ നിലവിൽ ഇപ്പോൾ 2 സ്ഥലം കിട്ടി. ബാക്കി നമ്മൾ സ്പോട്ട് ചെയ്ത സ്ഥലങ്ങളിലേക്ക് ഇറ്റാച്ച് ഇല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം അതുപോലത്തെ വലിയ പാറകളും വലിയ വാർക്ക കെട്ടിടവും മരങ്ങളൊക്കെയാണ് അവിടെ കിടക്കുന്നത്. കാരണം മാനുവലായിട്ട് നമ്മൾ എന്തോരം കാരണം അവരൊരു 4 മണിക്കൂർ കൊണ്ടാണ് ഒരു ബിൽഡിങ്ങിൻ്റെ വാർക്കിൽ തന്നെ പൊളിക്കാൻ പറ്റിയത്. കാരണം ഒന്നുമില്ല, എക്യുപ്മെൻറ്റ്സ് ഇല്ലാതെ നമുക്കൊന്നും നടക്കില്ല. അപ്പോൾ ഇന്നിപ്പോൾ മാക്സിമം നമുക്ക് റിസൾട്ട്സ് ഉണ്ടാവും എന്നാണ് നമ്മൾ നോക്കുന്നത്. ഇന്നലെയും ഇവർ ഉപയോഗിച്ചുള്ള തിരച്ചിൽ നടത്തിയിരുന്നു. ഇവർ ഏത് രീതിയിലാണ് അത്തരം പ്രവർത്തനങ്ങൾ ഇവരുടേത്? അല്ല, ഇവർക്ക് നമ്മൾ സ്മെല്ല് കൊടുത്ത് നമ്മൾ പരിശീലിപ്പിച്ചിരിക്കുന്നത് ഈ സ്മെല്ല് മാത്രം കണ്ടുപിടിക്കാനാണ്. അതായത് ഈ ഹ്യൂമനിൻ്റെ ബ്ലഡിൻ്റെ അല്ലെങ്കിൽ ബോഡി ചീഞ്ഞതിൻ്റെ സ്മെല്ല് കണ്ടുപിടിക്കാൻ മാത്രമാണ് നമുക്ക് പരിശീലിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ബ്ലഡ് എന്ന് പറഞ്ഞാൽ എന്തായാലും ഇങ്ങനെയുള്ള കലാമിറ്റീസിൽ നമുക്ക് ബ്ലഡ് മാക്സിമം നമുക്ക് കിട്ടും. പിന്നെ ഇതിപ്പോൾ 2 ദിവസമായി, മൂന്നാം ദിവസമാണ്. അപ്പോൾ എന്തായാലും ബോഡി ഇതായിട്ടുള്ള സ്മെല്ല് നമുക്ക് നല്ലോണം കിട്ടും. സർഫസിൽ നിന്ന് എത്ര ഡീപ്പിലേക്കുള്ള ആളുകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ബ്ലഡ് സ്റ്റെയിൻ്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ ആ സ്മെല്ല് ഇവർക്ക് മനസ്സിലാക്കാൻ കഴിയും? അല്ല, സർഫസിൽ നിന്ന് ഞാൻ പറഞ്ഞില്ലേ 10 അടി താഴ്ച വരെ നമുക്ക് ലൈവ് നമുക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ അതിൽ എന്തോരം താഴെ പോകുന്നുള്ളത് നമുക്കറിയില്ല. എന്തായാലും 10 അടി നമുക്ക് ഷുവറായിട്ടുള്ള റിസൾട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇത്തരം ഈ ഡോഗുകൾ ഉപയോഗിച്ചുള്ള തിരച്ചിൽ പെട്ടിമുടിയിൽ വളരെയധികം റിസൾട്ട് ഉണ്ടാക്കിയിരുന്നു. ഞാൻ പെട്ടിമുടിയിൽ ഉണ്ടായിരുന്ന ആ ദുരന്തം സംഭവിച്ച സമയത്ത്. ഇപ്പോൾ അത്തരത്തിലുള്ളൊരു അതിന് സമാനമായൊരു ദുരന്തമാണ്